ഒരച്ഛന് കോടതിയിൽ ഒരു കേസ് കൊടുത്ത്. എന്താണ് കേസ് എന്നല്ലേ? മകനെ എല്ലാ മാസവും എനിക്ക് ശമ്പളം തരണം. അപ്പൊ മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങൾ വളരെ വലിയ സമ്പന്നനാണല്ലോ, എന്തിനാ നിങ്ങൾക്ക് എല്ലാ മാസവും അവന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്നത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, അതെന്റെ അവകാശമാണ്, ഞാനാണ് അവനെ നോക്കി വളർത്തിയത്, അതുകൊണ്ട് 1 ദീനാറെങ്കിലും എനിക്ക് എല്ലാ മാസവും മകൻ തന്റെ കൈ കൊണ്ട് കൊണ്ടുതരണം. അപ്പൊ മജിസ്ട്രേറ്റ് പറഞ്ഞു, ഓക്കെ, എന്നെങ്കിൽ മകനെ ഹാജരാക്കൂ. അങ്ങനെ മകനെ കോടതിയിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് വിധി പ്രഖ്യാപിച്ചു, എല്ലാ മാസവും 1 ദീനാറെങ്കിലും അച്ഛന് സ്വന്തം കൈകൊണ്ട് ശമ്പളം കൊടുക്കണം. അപ്പൊ മകൻ ചോദിച്ചു, അച്ഛൻ വളരെ വലിയ സമ്പന്നനാണല്ലോ, എന്നിട്ടും പിന്നെ എന്തിനാണ് എന്റെ കയ്യിൽ നിന്ന് 1 ദീനാർ ശമ്പളം വാങ്ങുന്നത്? വിധിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഈ കോടതിയോട് പറഞ്ഞ്, മകനോട് പറഞ്ഞ്, മകനെ വളർത്തി വലുതാക്കി. അവനെ പൊന്നുപോലെ വളരെ നല്ല രീതിയിലാണ് ഞാൻ വളർത്തി വലുതാക്കിയത്. പക്ഷെ അവൻ ഇന്ന് വളരെ തിരക്കിലാണ്, ഒരുപാട് മേഖലയിൽ അവന് വർക്ക് ചെയ്യുന്നുണ്ട്. 1 മാസത്തിൽ 1 പ്രാവശ്യം പോലും അവൻ എന്നെ കാണുന്നില്ല. ഈ വിധി എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ തരുന്നുണ്ട്, എല്ലാ മാസവും എൻ്റെ മകനെ എനിക്ക് കാണാമല്ലോ. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും, എത്ര വലിയ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും, എത്ര പദവിയിലാണെങ്കിലും, 1 മാസത്തിലൊരിക്കലോ 1 ആഴ്ചയിലൊരിക്കലോ ദിവസത്തിൽ കുറച്ച് സമയമൊക്കെ അച്ഛനമ്മമാരോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്നത് നന്നായിരിക്കും. അത് അവർക്കും നമുക്കും ഒരു പ്രത്യേക ഊർജവും സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ.